ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ. 2.5 ഗ്ലാസ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ 5 ഗ്ലാസ് വെള്ളവും കുറച്ച് നെയ്യും ഉപ്പും കറുവാപ്പട്ടയും നമ്മുടെ ബിരിയാണി തൈയില്ലേ അതിൻ്റെ ബിരിയാണിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അന്ന് അടച്ചു വെച്ച് ചൂടാക്കുന്നുണ്ട്. നോർമൽ അടപ്പാകട്ടോ എടുക്കുന്നത്, നമ്മുടെ കുക്കറിൻ്റെ അടപ്പല്ല എടുക്കുന്നത്. എന്നിട്ട് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന കൈമ റൈസ് 2.5 ഗ്ലാസ് ഉള്ളത് അതൊന്ന് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. പച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് വീണ്ടും ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കിനി സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് റെഡിയാക്കാം. വെജിറ്റബിൾ ബിരിയാണിയിലേക്ക് കുറച്ച് സോയ ചങ്ക്സും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടി മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, തൈര്, കോൺഫ്ലവർ, ഉപ്പ് ഇതൊക്കെ ഒന്ന് ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഈ അരപ്പിലേക്കൊന്ന് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് അതൊരു 10 മിനിറ്റ് വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെക്കാം. പച്ചക്കറി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസിൻ്റെ എല്ലാ പരിപാടിയും തീർന്നു. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് വീണ്ടും കുറച്ച് സവോളയൊന്ന് വഴറ്റിയെടുക്കണം. കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ഒറ്റ സവോളയാണ് ഞാനിവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളർ ആകുന്നോടം വരെ ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് അതിലേക്ക് തന്നെ കുറച്ച് നട്ട്സും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നട്ട്സും കൂടി ഒന്ന് ചൂടാക്കിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തന്നെയാണ് ചങ്ക്സ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ സോയ ചങ്ക്സ് ഒന്ന് മുഴുവനും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രയും സോയ ചങ്ക്സാണ് എടുത്തിരുന്നത്. അത് മുഴുവനായിട്ട് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതൊക്കെ വെച്ചതിന് ശേഷം ഇനി നമുക്കൊന്ന് ബിരിയാണി ഒന്ന് ദം ഇട്ട് വെക്കണം. അതിന് വേണ്ടി നമ്മൾ ആദ്യമേ നമ്മുടെ ദോശക്കല്ലടുപ്പത്ത് വെച്ചു. എന്നിട്ടൊരു ചെരുവം വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യമേ വെജിറ്റബിൾസ് എല്ലാം ഇട്ടു, വീണ്ടും റൈസ് ഇട്ടു, നെയ്യും ഗരം മസാലയും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ റൈസ് സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഫുൾ റൈസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഫുൾ റൈസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നെയ്യൊഴിച്ചു കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വന്നിരിക്കുന്ന സോയ ചങ്ക്സും സവോള ഫ്രൈ ചെയ്തതും നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് അങ്ങ് അടച്ച് വെക്കാം. എന്നിട്ട് വെയിറ്റുള്ളൊരു പാത്രവും കൂടി വെക്കാം. ഞാൻ ഇതിലേക്ക് വെള്ളം അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിനി സാലഡ് റെഡിയാക്കാം. കുക്കുംബർ ആകട്ടോ എടുത്തിരിക്കുന്നത്. ഈ സാലഡ് സൂപ്പർ ആകട്ടോ കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ആകെപ്പാടെ ചേർക്കുന്നത് തൈരും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ. സവോളയൊന്നും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ 10 മിനിറ്റ് ഞാൻ ദം വെക്കാൻ വെക്കുന്നുള്ളൂ. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ഇതാ ബിരിയാണി ഇതായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇനി ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ.